ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഹെയർ കട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചക്കര കുറേ ആയിട്ട് പറയാണ് ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സമ്മതിക്കാതെ ഇരുന്നതായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നാളുടെ ഒരു ആഗ്രഹമല്ലേ, അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടോടി ചെയ്യണം. അങ്ങനെ നമ്മൾ താഴേച്ചേളാരിയിലെ ഗ്ലോ അപ്പ് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ മുടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അത് കാരണം മുടി കട്ട് ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമില്ല. ഇവരുടെ രണ്ടാളുടെയും മുടി കട്ട് ചെയ്ത് കൊടുക്കുന്നതും ആവുന്നതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നെ ചക്കരത തലയിൽ ഒരുപാട് കളറൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ അവളുടെ ഒരു നിർബന്ധത്തിന് ഞാൻ തന്നെ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ വീഡിയോയിലാണെങ്കിലും ശരി, ഹെയർ പാക്കായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ചായിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. കാരണം നമുക്കിവിടെ വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അത് കാരണം നമ്മൾ ഓരോ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കുറച്ചിപ്പം വീഡിയോസൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല ഹെയർ പാക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസ് ആയിരിക്കും. പിന്നെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് മുടിയൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് എന്നൊക്കെ. ആയിരിക്കാം, മുടിയൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതും ഒക്കെ ഉണ്ടാവാം. പക്ഷേ എങ്ങനെയുള്ള മുടികളായാലും ശരി, നമ്മളത് എത്രത്തോളം കെയർ ചെയ്ത് കൊണ്ട് നടക്കണോ അത്രത്തോളം തന്നെയുള്ളൂ ആ മുടി അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരുപാട് നാച്ചുറലായിട്ടുള്ള ഒരുപാട് പാക്കുകളാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. പിന്നെ ഒരു സന്തോഷം പറയാനുള്ളത്, നമ്മുടെ ചാനൽ മോണിയായിട്ടുണ്ട്. ആ ഒരു സന്തോഷവും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് കേട്ടോ. നമ്മുടെ മോണിയായിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത്. നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചക്കരേനോട് എപ്പോഴും പറയുന്നത്, മുടിയൊന്നും എല്ലാ കാലത്തും ഒരുപാട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉള്ളപ്പോൾ അത് നന്നായിട്ട് കൊണ്ട് നടക്കുക എന്നൊക്കെ പറയാറാണ് ഞാൻ എപ്പോഴും. പക്ഷേ അവളുടെ ഒരു നിർബന്ധം, ഒരാഗ്രഹമാണ്. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹമല്ലേ, മുടിയല്ലേ, നമ്മളത് എത്രത്തോളം കെയർ ചെയ്യുന്നു അതോളം വളരുമല്ലോ എന്നുള്ള ഒരു സമാധാനത്തിലാണ് കേട്ടോ ഞാനും അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചത്. പിന്നെ ഇപ്പം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കാരണം നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം നല്ല ബ്ലീച്ചിങ്ങുള്ള വെള്ളമാണ് കേട്ടോ. അത് കാരണം ഹെയർ ഡെയിലി വാഷ് ചെയ്യാറില്ല. അപ്പോൾ ഈ സമയത്ത് കൂടുതലായിട്ടും നമ്മൾ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഉപയോഗിച്ച് നോക്കണം. നല്ലൊരു എന്താ പറയുക, നന്നായിട്ട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഹെയറിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ മുടി കട്ട് ചെയ്യുമ്പോൾ ഞാനും സഞ്ജും ഒരുപാട് ടെൻഷനോട് കൂടിയാണ് കേട്ടോ നിൽക്കുന്നത്. മുടി കട്ട് ചെയ്ത് ഒരുപാട് കയറി പോകുമോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ചക്കരയ്ക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് എത്രയായാലും കുഴപ്പമൊന്നുമില്ല, അത് പെട്ടെന്ന് വളർന്നോളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ ചക്കര ഉണ്ടായിരുന്നത്. പിന്നെ ഇതേ ചക്കരയുടെ മുടിയൊക്കെ കട്ട് ചെയ്തു, ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ചക്കരയുടെ മുടി കളർ ചെയ്തിട്ടില്ല കേട്ടോ. ഈ കളർ ഇപ്പം മുടിയൊക്കെ ഒന്നിങ്ങനെ ചൂടാക്കി കട്ട് ചെയ്തപ്പോഴാണ്, ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്ന കളറാണ് കേട്ടോ, ഞാനാണ് ആ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം കേട്ടോ. ഇതാണ് ചക്കരയുടെ ഫൈനൽ ലുക്ക്. ഇത് ഒരുപാടൊന്നും കാലം ഇങ്ങനെ നിൽക്കില്ല എന്നറിയാം, എന്നാലും കട്ട് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പോസ്റ്റിൽ നിർത്തി അങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ മുടി ഇങ്ങനെ വാലൂരി പോലുള്ള ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ, ആ വാലൂരി ഭാഗം തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തേക്കണ്ടോ, നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ലാസ്റ്റ് മുടിയൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള അമ്മയുടെ ഒരു ഭാവം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക.
നിങ്ങളല്ലേ എത്ര മുറിക്ക് എത്ര മുറിക്ക് അതല്ലേ ഏർക്കട്ട ചുരുട്ടിട്ടല്ല കേട്ടോ ആ മുറിക്കാനുള്ള മുറിച്ചിനെ തിരിയുന്ന ബേക്കോട്ടെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പൊ ആ മുടിയിൽ ഒഴിഞ്ഞുകൂടി നിൽക്കൂല. പിന്നെ മുന്നിൽ ഈ മുടി ചെറിയ മുടി കട്ട് ചെയ്തിട്ടൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അതിനൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം. മുന്നിലെ നോക്കിയില്ലേ അങ്ങനെ തന്നെ എപ്പോഴും ചെയ്ത സിനിമ ഉള്ള ഒഴിഞ്ഞു കിട്ടുള്ളൂ. കുഞ്ഞു മുടി പോയി